ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ കെട്ടിയോൻ്റെ കമ്പനിയിലെ ക്രിസ്മസ് പാർട്ടിക്ക് വേണ്ടി പോകുന്ന വിഷ്വൽസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോളാണ് അവർ ബുക്ക് ചെയ്തത്. പാർട്ടി ആൻഡ് പ്ലേ എന്നാണ് ഹോളിൻ്റെ പേര്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തിച്ചേർന്നു. ഡെക്കറേഷൻസിനൊക്കെ നേരത്തെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കുട്ടി ഡെക്കറേഷൻസ് സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ പരിപാടി തുടങ്ങിയത് തന്നെ ഒരു കാരോൾ സോങ് വെച്ചായിരുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കാരോൾ സോങ് വെച്ചായിരുന്നു പരിപാടിയുടെ ആരംഭം. നല്ലൊരു പരിപാടിയായിരുന്നു. ഫുൾ ഓണായിരുന്നു എല്ലാവരും. ഫുഡാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. ഷിട്ടു ആണെങ്കിലും കൊച്ചൻ്റെ കൂടെയും ബാക്കിയുള്ളവരുടെയും കൂടെയൊക്കെ കരോൾ സോങ്ങിന് ഇൻവോൾവായി. അവൾ ഫുള്ളി ഇൻവോൾവ് ആൻഡ് എൻഗേജ്ഡ് ആയിരുന്നു. ഈ ഫുൾ പരിപാടിയിൽ അവൾ ഫുൾ ഓൺ ആയിട്ടായിരുന്നു നിന്നത്. ഈവൻ ലാസ്റ്റിൽ DJ പാർട്ടിക്ക് വരെ അവൾ നിന്നു. അവൾ മൊത്തത്തിൽ കെയറിലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് കുറച്ച് നേരത്തെ പരിപാടിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വന്നു. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അധികം ലാസ്റ്റ് വരെ നിൽക്കാൻ പറ്റിയില്ല. നിൽക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാലും എൻ്റെ കുഞ്ഞ് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ എൻ്റെ കൂടെ. പിന്നെ അവിടെ ഓർക്കാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. അല്ലാതെ അവിടെ വാശി പുറത്തൊന്നും ഞാൻ വന്നതല്ല. അപ്പം പരിപാടിയൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നത് കുറച്ച് പിള്ളേർ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പരിപാടി നടത്തുമ്പോൾ ഷിട്ടു ആണെങ്കിൽ ഇടയ്ക്ക് കയറി അവരുടെ കൂട്ടത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം പിള്ളേർക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും അവൾ ഇടയ്ക്ക് നിൽക്കുന്നതിൽ. എനിവേ അതൊരു നല്ല ഫ്രെയിം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു. പിന്നെ അവൾക്ക് വലുതാകുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ. എങ്കിൽ പിന്നെ കിടക്കട്ടെ ഈ ക്ലിപ്പ് ഇവിടെയെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഹോളിൽ തന്നെ കുറച്ച് പ്ലേ ഏരിയാസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഹോളിൽ ബോറടിച്ചിരുന്നപ്പം പിള്ളേരൊക്കെ താഴെ വന്ന് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതെന്തായാലും കാര്യമായിട്ടോ, ഇങ്ങനെ ഒരു ഏരിയ അവരുടെ സെറ്റപ്പ് ആയതുകൊണ്ട്. കുറച്ച് ക്യാമറയുടെ മുമ്പിൽ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പിള്ളേർക്ക്. പക്ഷേ അവരുടെ കൺസെൻറ്റ് എടുത്തിട്ട് തന്നെ കേട്ടോ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ടൈമൊക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിച്ചുൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ക്ലിപ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഹോളിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അവർ ഹീറ്ററൊന്നും ഓൺ ചെയ്തില്ല. അതെന്തെങ്കിലും പ്രശ്നമായിരുന്നോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. അവസാനം നിച്ചുനെ ഞാൻ പുതപ്പിച്ച് എൻ്റെ ജാക്കറ്റിനകത്ത് ഞാൻ പുതപ്പിച്ചിട്ടും കൂടെ ആയിരുന്നു അവളെ ഞാൻ ഇരുത്തിയത്. ടുട്ടുമോളാണെങ്കിൽ നിച്ചുൻ്റെ പുതപ്പ് വെച്ചാണ് ടുട്ടുമോൾ അവിടെ പുതച്ചുകൊണ്ട് കിടന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഈ പരിപാടി എൻഡ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ് പ്ലീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.